ഇന്നത്തെ നമ്മുടെ അത്താഴം പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ഒരൈറ്റമാണ് കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ബീൻസും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റൈസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പോയി കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്നാലും ഞാനൊന്ന് പറയാവേ. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കോഴിമുട്ട ഒന്ന് ചിക്കിത്തുർത്തിയത് വേണം, പിന്നെ നമ്മുടെ കോഴിയിറച്ചി ഒന്ന് വേവിച്ച് പൊടിച്ചെടുത്തത് വേണം, ക്യാപ്സിക്കം വേണം, ക്യാരറ്റ് വേണം, ബീൻസ് വേണം, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് കൊത്തി അരിഞ്ഞതും വേണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു ഐറ്റമാണ് ഇത്. ഇതുണ്ടാക്കിയാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. അല്ലാണ്ട് തന്നെ നമ്മൾ വാരി 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 കഴിച്ചു പോകുന്നേ. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ നമ്മുടെ ചിക്കൻ റൈസ്. പിന്നെ അരികത്ത് കുറച്ച് കോഴി പൊരിച്ചതും കൂടി ഇരുന്നാൽ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴി ഇറച്ചി പൊരിക്കാനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ. നമുക്കൊരു പപ്പടവും ഇത്തിരി സലാഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് വെക്കുക. അതിലേക്ക് നമ്മുടെ ചിക്കൻ റൈസ് 1, 2, 3 തവി ആവശ്യാനുസരണം കോരി അങ്ങോട്ട് ഇടുക കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾക്കുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് സൈഡിലോട്ട് നമ്മുടെ കോഴി പൊരിച്ചതും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.